ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഇത്തിരി കാര്യം. കാരണം മണിസാർ എല്ലാ വോയിസുകളും മെയിൻ ക്യാരക്ടേഴ്സിന് എല്ലാ വോയിസും മണിസാർ കണ്ടിട്ടാണ് അത് അപ്രൂവൽ ചെയ്യുന്നത്. ഓ, ആദ്യം കാർത്തിയുടെ വോയിസും വേറെ ഒന്ന് രണ്ട് പേരാണ് നമ്മൾ ട്രൈ ചെയ്തത്. പിന്നെ ഒരു പകുതി സിനിമയിൽ ഞാൻ എൻ്റെ വോയിസും നമുക്ക് ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാർത്തിക് ഞാൻ ട്രൈ ചെയ്തു. കാർത്തികാണ് ഈ സിനിമയിൽ ഏറ്റവും ക്യാഷ്ടായിട്ട് സംസാരിക്കുന്ന ആളും. അത് വലിയൊരു ചലഞ്ചാണ്. നമ്മുടെ മലയാളം ഈ തമിഴ് സിനിമകൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഫ്ലോ നമുക്കില്ല. കാരണം അവർ വളരെ ക്യാഷ്ടായിട്ട് എനിക്ക് സംസാരിക്കുക. ക്യാരക്ടർക്ക് നമ്മുടെ വോയിസ് പുതിയതാണ്, അല്ലെങ്കിൽ അയാൾക്ക് അത് മാച്ച് ആവുന്ന അയാൾക്ക് അറിയില്ല. നമുക്ക് എല്ലാവർക്കും വോയിസസ് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോഴും ചെയ്യും. ഇപ്പം പലരും ചോദിക്കും ഞാൻ വോയിസസ് ചെയ്യാൻ വോയിസസ് ഒക്കെ ചെയ്യണോ അത് അറിയുന്നുണ്ട്. കാരണം അത് നമ്മൾ ആ ക്യാരക്ടർ മാച്ച് ആവുമെന്ന് അറിയില്ല. നമ്മുടെ ശബ്ദം മലയാള സിനിമയിൽ എല്ലാ അല്ലെങ്കിൽ ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, സുരേഷേട്ടൻ ഇവർക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഞാൻ ഇത്ര വർഷം കൊണ്ട് ഞാൻ 10-11 വർഷമായിരുന്നു എല്ലാവരും ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടാവും. ആ ബഡ്ജറ്റിനൊക്കെ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം എന്താ മെയിൻ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വലിയ സിനിമകളൊക്കെ ചെറിയ ബഡ്ജറ്റിന് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇവർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാം നല്ല ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോഴാണ് ഈ ക്വാളിറ്റി പോകുന്നത്. ചില ചാനലിന്റെ പേരിൽ തന്നെ സിനിമകൾ അറിയപ്പെടുന്നില്ലേ, അത് വരുന്ന ദിവസം വളരെ ബഡ്ജറ്റ് കുറവാണ്, അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് ഈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ആയി പോകുന്നതുകൊണ്ടാണ് ഇതിനൊരു ക്വാളിറ്റി മോശം സംഭവിച്ചത്. ഒരു ക്യാരക്ടറിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ അത് ശരീരം മാത്രമല്ല അല്ലേ, നല്ല വോയിസ്, നല്ല മോഡുലേഷൻ, നല്ല ക്ലാരിറ്റി, നല്ല എക്സ്പ്രഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമുക്കൊരു ക്യാരക്ടർ വാവ് എന്ന് തോന്നുക. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിച്ച ഒരു വോയിസ് ആർട്ടിസ്റ്റ് അജിത് കുമാർ. അജിത്തുണ്ട് ഇന്ന് ഈ ഇത്തിരി നേരം എനിക്കൊപ്പം ഒത്തിരി കാര്യങ്ങളുമായി. ഹായ് അജിത്, വെൽക്കം ടു ദ ഷോ. കുറച്ച് കാലമായി ഇങ്ങനെ അജിത്തിനെ ഞാൻ ചേസ് ചെയ്യുന്നു. അതെ, തെന്നി മാറി, മനഃപൂർവ്വമായിരുന്നു എന്നൊക്കെ. അങ്ങനെയല്ല, അജിത്തിന്റെ മറ്റേ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ ഒരു കരിയർ ഇതിലെടുത്തു കഴിഞ്ഞാൽ അജിത്തിനോട് ഏറ്റവും ഗോൾഡൻ എന്ന് ഏതാന്ന് ചോദിച്ചാൽ പൊന്നിയിൻ സെൽവൻ എന്ന് പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാളിയോന്ന് വിചാരിച്ചു, ആദ്യം വിട്ടതേ പാളിയോന്ന്. അപ്പൊ ആ സമയത്തൊക്കെ എന്താന്ന് വെച്ചാൽ എന്റെ ഷൂട്ട് നടക്കണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ചെന്നൈ തിരക്കുകളൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ടൈം കറക്റ്റ് ആയി നിൽക്കുകയാണ്. അപ്പൊ നമ്മള് അതെ, യെസ്. അപ്പൊ നമ്മൾ എവിടുന്നാ തുടങ്ങേണ്ടത്? പൊന്നിയിൻ സെൽവനിൽ തുടങ്ങി ഇങ്ങനെ പോണോ അത് സലാറാണെന്ന് തോന്നുന്നു ഇപ്പത്തെ ലേറ്റസ്റ്റ് വരാൻ കിടക്കുന്നൊരു വിശേഷം. എന്നാ പിന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പൊന്നിയിൻ സെൽവനിൽ തുടങ്ങാം. യെസ്, അതെ, അങ്ങനെ തന്നെ ആവട്ടെ. പൊന്നിയിൻ സെൽവൻ എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളാണ് അത് പൊന്നിയിൻ സെൽവൻ മലയാളത്തിലേക്ക് ചെയ്തത്. ശങ്കരരാമൻ സാറാണ് എൻ്റെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാനും അരുണായിരുന്നു എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സ്. ഞങ്ങളായിരുന്നു. വിക്രത്തിൻ്റെ ഡബ് ചെയ്ത അരുണാണ്, ഞാൻ കാർത്തിക് ഡബ് ചെയ്ത് ഞാനാണ്. അപ്പോൾ ഇതുപോലെ എൻക്വയറി വരുന്നു. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഡയറക്ടറുണ്ട് മധുചേട്ടൻ റെഫർ ചെയ്തിട്ടാണ് അങ്ങനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ച് നമ്മൾ മെഡ്രസ് ഓഫീസിൽ നമ്മുടെ ഡീറ്റെയിൽസും പ്രൊഫൈലൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ മണിസാറിനെ വന്ന് കാണാൻ പറയുന്നു. മണിസാറിൻ്റെ അടുത്ത് പോയി കാണുന്നു. അപ്പോൾ പടത്തിനെ പറ്റി റിവ്യൂ നമുക്ക് അവിടെ ചെന്നിട്ട് പ്രിവ്യൂ വന്നിരുന്നു പടത്തിൻ്റെ. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ റിവ്യൂ ആണെന്ന് സാറ് ആയിട്ടിരുന്ന് ഡിസ്കഷൻ. കാരണം ഇതൊരു പഴയ കാലഘട്ടമാണ്. എൻ്റെ എഴുത്ത് അങ്ങനെ വേണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം തമിഴ് കുറച്ച് ടഫ് ആയതുകൊണ്ട് മലയാളികൾ മനസ്സിലാവില്ല. കറക്റ്റ് എല്ലാ പ്ലാനിങ് കൃത്യമായിരുന്നു അവരുടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റൈറ്റിംഗ് അത്രത്തോളം നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ആൾ കണക്റ്റ് ആവുന്ന രീതിയിലൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദ്യം ആ ഒരു രീതിയിലാണ് തുടങ്ങുന്നത്. അതിനുശേഷമുള്ള ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. തമിഴിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ട്, മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് പേര്, എല്ലാം മെയിൻ വലിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വോയിസ് കൊടുക്കുക, അല്ലെങ്കിൽ ആരൊക്കെ മാച്ച് ആവുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം ആദ്യം തന്നെ അവരെ കുറച്ച് ആ കാര്യത്തിൽ ഭയങ്കര ഇതായിരുന്നു. കാരണം മണിസാർ എല്ലാ വോയിസുകളും മെയിൻ ക്യാരക്ടേഴ്സിന് എല്ലാ വോയിസും മണിസാർ കണ്ടിട്ടാണ് അത് അപ്രൂവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ചെയ്തിട്ടുള്ള സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ തന്നെ വോയിസുകൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. അതിനകത്ത് കുറച്ച് പേരുടെ വോയിസ് സെലക്ട് ചെയ്തോളൂ, വീണ്ടും നമ്മൾ കൊടുത്തു. അപ്പോൾ ആദ്യം കാർത്തിയുടെ വോയിസും വേറെ ഒന്ന് രണ്ട് പേരാണ് നമ്മൾ ട്രൈ ചെയ്തത്.
ശരി. അപ്പോൾ അതുപോലെ തന്നെ വിക്രത്തിനൊക്കെ ഞങ്ങൾ വേറെ ആൾക്കാരെ ട്രൈ ചെയ്തിരുന്നു. അതിനുശേഷം കാർത്തിക് ഇത് പിന്നെ ചെയ്ത് വീണ്ടും വോയിസ് കൊടുക്കും, അതവിടെ നിന്ന് കാണും, അത് റിജക്റ്റ് ആവും, വേറെ വോയിസ് കൊടുക്കും, അതിങ്ങനെ മാറി മാറി വരുന്ന അവസാനമാണ് പിന്നെ ഒരു പകുതി ചെയ്യുമ്പോഴേക്കും ഞാൻ എൻ്റെ വോയിസ് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ പറഞ്ഞു ഓക്കെ ഈ വോയിസ് നമുക്ക് യൂസ് ചെയ്യാം, വേറെ ബെറ്റർ ഓപ്ഷൻ വേറെ ആക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഒരുപാട് ആക്ടേഴ്സിന് ഉപയോഗിച്ചിട്ടുണ്ട് പടത്തിൽ, സ്ഥിരം ഡബിങ് ആർട്ടിസ്റ്റുകളല്ലാതെ ആക്ടേഴ്സും ഇപ്പോൾ കൈലാഷ് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ സെറ്റായി വന്നപ്പോഴേക്കും കാർത്തി എന്നെ കൊണ്ട് നമ്മൾ ചെയ്യാം എന്നുള്ള പ്ലാനിലേക്ക് വരികയായിരുന്നു. അപ്പം നമ്മളിത് ഒന്നാമത്തെ കാര്യം കാർത്തിക് ഈ സിനിമയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിൽ കുറച്ച് കുറവുണ്ടെങ്കിലും ഫസ്റ്റ് പാർട്ടിലും എല്ലാ കണക്ഷനും കാർത്തിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കാർത്തിയാണ് ഈ സിനിമയിൽ ഏറ്റവും കാഷ്വലായിട്ട് സംസാരിക്കുന്ന ആളും. അത് വലിയൊരു ചലഞ്ചാണ്. നമ്മുടെ മലയാളം ഈ തമിഴ് സിനിമകൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഫ്ലോ നമുക്കില്ല. കാരണം അവർ വളരെ കാഷ്വലായിട്ടായിരിക്കും സംസാരിക്കുക. അവരുടെ ആ ഒരു കാര്യവും കാർത്തിക് ക്യാരക്ടർ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുക. ഇത് ആദ്യം ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത് ചെയ്തിട്ട് മീറ്റർ ഒന്നാമത്തെ കാര്യം ഇതിന്റെ പേരുകൾ ഭയങ്കര ടങ് സിസ്റ്ററാണ്. മറ്റേ ചിന്ന പഴുവേറ്ററിയ, പെരിയ പഴുവേറ്ററിയ, അതൊക്കെ വലിയ ഡയലോഗിന്റെ ഇടയിൽ ഈ ഡയലോഗ് വരുമ്പോൾ ഇത് പറയാൻ പോകും. അപ്പൊ ഇത് ക്ലാരിറ്റി പിടിക്കണം. കാരണം പഴയ കാലഘട്ടവും സിനിമയും ഒക്കെ ആയതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ അത് കുറച്ച് ടഫായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. ഞങ്ങളപ്പോൾ ഞാൻ കുറെ സമയം എടുത്ത് ചെയ്തത്. ഞങ്ങൾ ആദ്യം ഒരു സാധനം ഫുള്ളും ഞാൻ ചെയ്തു. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു സുഖം ഉണ്ടായിരുന്നത് അത് നമ്മൾ ചെയ്തു. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് കണ്ടിട്ട് വീണ്ടും കുറെ ഏരിയ മാറ്റി അങ്ങനെ ചെയ്യാൻ പറ്റി. മറ്റു നേരത്തെ ആണെങ്കിൽ അത് പറ്റൂല. കാരണം നമ്മൾ പോയി ഫസ്റ്റ് ചെയ്യുന്നു, അതെ അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയാൽ മാത്രം മതി. നമ്മുടെ പടം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ വ്യത്യാസമാണ്. അപ്പൊ അത് വലിയ ഗുണമായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ ഉള്ള ജയറാമേട്ടൻ നമ്മൾ ജയറാമേട്ടൻ ഓൺ വോയിസ് ആണ്. ലാൽ സാർ ചെയ്തു, റഹ്മാൻ സാർ ആക്ടർ ചെയ്തു, ഐശ്വര്യലക്ഷ്മിയാണ് ഡബ് ചെയ്തത്. ഇവരെല്ലാരും കൂടെ ഡബ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര കാര്യം. കാരണം ജയറാമേട്ടനൊക്കെ ഡബ് ചെയ്യുമ്പോൾ ജയറാമേട്ടന്റെ പഴയ കുറെ കഥകൾ പറയും, ജയറാമേട്ടൻ ആ പടം ഷൂട്ട് ചെയ്ത സമയത്തുള്ള കാര്യങ്ങൾ പറയും. കാരണം നമുക്ക് നമുക്കൊന്നും പുള്ളിക്കൊന്നും പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല, പുള്ളി എല്ലാം ചെയ്യും. എന്നാൽ കൂടി ചില കാലം നമ്മൾ ചോദിക്കും അതെങ്ങനെ ഓക്കെയാണോ വർക്കാണോ. ലാൽ സാറൊക്കെ നമ്മൾ ഞെട്ടിച്ച ആളാണ്. ലാൽ സാറൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് പറഞ്ഞോട്ടോ ഒക്കെ പറയുള്ളേ. അത് പുള്ളി എന്തെയോ വലിയ ഡയറക്ടറാണ്, എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ എന്നാലും നമ്മുടെ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഡബിങ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പൊന്നിയിൻ സെൽവൻ. അതിനുശേഷം പിന്നെ അതിനകത്ത് പറയാനുള്ളത് ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരുമിച്ചായിരുന്നു ഡബിങ്. അപ്പോൾ ഈ ഡബിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മദ്രാസ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ പ്രീ മിക്സിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, മിക്സിങ്ങിന് മുമ്പായിട്ട്. അപ്പോൾ അത് സിങ്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ ലാംഗ്വേജും അവരവർ നോക്കണം, എങ്ങനെയാണ് അവർക്ക് ലാംഗ്വേജ് അറിയില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി വിളിപ്പിക്കുന്നു. ഞങ്ങൾ നേരെ ചെന്നൈ ലാസ്റ്റ് ദിവസം ഞങ്ങൾ അതിന് മുമ്പ് ജയറാമേട്ടൊക്കെ അവിടെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകും മദ്രാസ് ഓഫീസിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അപ്പോൾ അവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അവിടുത്തെ ഡ്രൈവർ ആയാലും ഒരു ചായ കൊണ്ടിരുന്ന ആളായാലും അവിടെ എല്ലാവർക്കും അവിടെ എന്നാണ് നടക്കുന്നത്, ആരാണ് അവിടെ വരാവുന്നത് പോവാണ്. കാരണം അവിടെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ വർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതെ, ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്ന്. കാരണം അവിടെ ഡ്രൈവർ തന്നെ എടുത്ത് ചേട്ടൻ ഇപ്പോൾ ആദ്യം പുള്ളി വന്ന് ഡബ് ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറ്റേ സാറ് വരും എന്നൊക്കെ കൃത്യമായിട്ട് പറയും പുള്ളി. അപ്പോൾ ഞങ്ങളവിടെ പോയി ഫ്രഷ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് AM സ്റ്റുഡിയോയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരണു, ഓക്കെ പോകുന്നു. ഞങ്ങളിപ്പോൾ ഡ്രൈവർ ഉണ്ടപ്പോൾ ഈ സ്റ്റുഡിയോ എവിടെയാണ്? അപ്പോൾ പുള്ളി തരില്ല, റഹ്മാൻ സാറുടെ സ്റ്റുഡിയോ എന്നാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് റഹ്മാന്റെ സ്റ്റുഡിയോയിലേക്ക് ഞങ്ങൾ നേരെ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ മിക്സിങ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. കാരണം അവിടെ പോയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആദ്യം ഈ പ്രീമിക്സ് നമ്മൾ സിങ്ക് പരിപാടി നോക്കുന്ന വേറെ സ്റ്റുഡിയോയിലാണ്, അവിടെ തന്നെ സ്റ്റുഡിയോ. അതിന്റെ മിക്സിങ് സമയത്തെല്ലാം തമിഴ് മെയിൻ ലാംഗ്വേജ് മിക്സ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ പരിപാടികളും സാറൊക്കെ ഇരുന്നെല്ലാം ചെയ്തിട്ടുണ്ടാകും. ബാക്കിയുള്ള ലാംഗ്വേജുകൾ അവരവർ ആരാണോ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള അവർ വന്നിരുന്നിട്ടാണ് അതിന്റെ കറക്ഷൻ വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വേണം. അങ്ങനെ ഒരു 2 ദിവസത്തോളം അതിലങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം. കാരണം റഹ്മാൻ നമ്മൾ കേട്ടിട്ടുള്ള അദ്ദേഹത്തിന് സ്റ്റുഡിയോ പോയിരുന്ന അവരുടെ മെയിൻ എഞ്ചിനീയറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം രാത്രി ഡബിങ് നടക്കുക, ഈ മിക്സിങ് നടക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സമയമുണ്ട്, 11 മണി 12 മണി. ചിലപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ മിക്സിങ് സമയത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 2:30-3 മണിയൊക്കെ. അപ്പോൾ ഞാനവരോട് പറയും എന്ത് 3 മണി എന്ത് 4 മണി വെളുപ്പിനെ ഇനി ഇവിടെ ഒന്ന് കയറിയിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര അത് വേറെ വെച്ചാൽ ഈ പടം 2 പാർട്ടും ഉള്ളതെന്ന് ഗുണമായിരുന്നു. ഫസ്റ്റ് പാർട്ടിന് പോകാൻ പറ്റി, സെക്കൻഡ് പാർട്ടിന് പോകാൻ പറ്റി. അങ്ങനെ 2 പാർട്ടും
അങ്ങനെ ഒരു കാര്യത്തിൽ ഭയങ്കര ഗുണമായിരുന്നു, ഭയങ്കര ഭാഗ്യമായിരുന്നു ആ പടം. വേറെ എന്തെങ്കിലും പേഴ്സണലി ഇപ്പം ഇപ്പൊ അദ്ദേഹത്തിന്റെ മണിസാറിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കാർത്തിയുടെ ഭാഗത്തുനിന്നോ പേഴ്സണൽ ഫീഡ്ബാക്കോ അങ്ങനെ മണിസാറ് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു, മലയാളം നന്നായിട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ പോകുമ്പോൾ. കാരണം മണിസാർ നമ്മൾ എല്ലാ ദിവസവും കാണും, നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ട്. മണിസാറിന്റെ ഓഫീസിൽ തന്നെയാണ് സ്റ്റുഡിയോ ഉള്ളത്, സാറ് ഡെയിലി അവിടെ വരും. അതുപോലെ കാർത്തിനെ അവിടെ വെച്ച് കണ്ടു, അപ്പോൾ പുള്ളി കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായം. പുള്ളി അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഓഡിയോ ലോഞ്ചിന് വന്നപ്പോഴും പുള്ളി കണ്ടപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ആക്ടർ വന്നിട്ട് നമ്മളെടുത്ത് നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, അത് പുറത്തുനിന്നുള്ള നമ്മളിവിടെ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട്, പലരും അങ്ങനെ ചെയ്യില്ലേ. ഇപ്പൊ ഇവിടെയുള്ളവർക്ക് പറയാനാ മടി. അല്ല, ചിലർ പറയില്ല, പറയുന്നവരുണ്ട്, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നു. കുറെ പേർക്ക് അത് അറിയരുത് എന്നാണ് പറയാൻ. അത് ചിലർക്ക് അങ്ങനെയുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം, നമ്മൾ ചെയ്തൊരു കാര്യം, മെയിൻ ചെയ്ത ആർട്ടിസ്റ്റ് നമ്മളോട് നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോ ഈ ആർട്ടിസ്റ്റുകൾ അങ്ങനെ വേറെ അതിന് മുമ്പ് അങ്ങനെ ഒരു ഇത് ശ്രമം നടത്തി കണ്ടിട്ടില്ല അല്ലെ? KGF ചെയ്തിട്ടുണ്ട്. എന്താ KGF 2 അതായത് ആക്ടേഴ്സിനെ കൊണ്ട്. അതെ, KGF ആണ്. അത് മുമ്പും പലരും ചെറിയ ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് അല്ലെ വലിയ രീതിയിൽ KGF 2 നമ്മൾ തന്നെ ചെയ്തു. KGF 2 ചെയ്യുമ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അതിപ്പോ ശങ്കർ സാറ് അതിനൊരു ഇതുണ്ടായിരുന്നു, നമുക്ക് വേറെയും ആരെയൊക്കെ യൂസ് ചെയ്യാം, അങ്ങനെ ലനച്ചേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ അതിനാണ് മെയിൻലി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇപ്പൊ ഇവരും അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. ഈ ആക്ടേഴ്സിനോട് ചെയ്യിച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കറക്ഷനോ ഇത് ലാസ്റ്റ് മൂമെന്റിൽ പലതും സംഭവിക്കും. ഡയലോഗ് ചേഞ്ച് ചെയ്യും, ഡയലോഗ് ആഡ് ചെയ്യും, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ ഇവർ അവൈലബിൾ ആയിരിക്കില്ല, അതാണ് ഇതിന്റെ ഒരു പ്രശ്നമുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്ന എന്താണ്, ആരാണോ അയാളുടെ ബോഡിക്ക് ആരുടെ വോയിസ് ആണോ മാച്ച്, അതിനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഡബിങ് ആർട്ടിസ്റ്റ് ആയാലും ആക്ടേഴ്സ് ആയാലും, അല്ലെങ്കിൽ ഒരുപാട് പേര്, ഇപ്പൊ നാടകം ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിംഗേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാക്സിമം മാച്ച് ആവുന്ന സാധനങ്ങൾ ആരാണോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ എല്ലാത്തിനും വോയിസസുകൾ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എത്ര അല്ലെങ്കിൽ വേറെ ആരും എത്ര ക്യാരക്ടേഴ്സ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം പുതിയ ഒരു ഡയറക്ടർക്ക് നമ്മുടെ വോയിസ് പുതിയതാണ്, ഇല്ലെങ്കിൽ അയാൾക്ക് അത് മാച്ച് ആവുന്ന ആൾക്ക് അറിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും വോയിസസ് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോഴും ചെയ്യും. ഇപ്പം പലരും ചോദിക്കും, ഞാൻ വോയിസസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും വോയിസസ് ഒക്കെ ചെയ്യണോ എന്ന് ചോദിക്കും. അത് അറിയാത്തുണ്ട്. കാരണം അത് നമ്മൾ ആ ക്യാരക്ടറിൽ മാച്ച് ആവുമെന്ന് അറിയില്ല നമ്മുടെ ശബ്ദം. പലരും ഞാൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു ടിപ്പിക്കലായിട്ട് എപ്പോഴും എനിക്ക് എൻ്റെ ശബ്ദം എല്ലാവരും മനസ്സിലാക്കണം ഇല്ല, എനിക്ക് ക്യാരക്ടർ അനുസരിച്ച് കുറച്ച് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ ആക്ടേഴ്സിനോട് ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ചെറിയ മിമിക്രി പരിപാടിയൊക്കെ കുറച്ച് സമയങ്ങളിൽ എനിക്ക് അത് ഇവിടെ എനിക്ക് ഉപകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പല ആക്ടേഴ്സിനും മുമ്പ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ദുൽഖറിനെ ഡബ് ചെയ്തിട്ടുണ്ട്, വിജയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, തമിഴിലുള്ള എല്ലാവർക്കും ഡബ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ വിജയും ദുൽഖറും ഒക്കെ രണ്ടും രണ്ട് വോയിസ് വേറെ രണ്ട് ഏരിയകളാണ്. അപ്പം നമ്മളതിനെ മാച്ച് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്ത് ശീലമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് കുറച്ച് കാണുമ്പോൾ പിന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ഇപ്പോൾ ദുൽഖറിന്റെ ശബ്ദം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് വിജയുടെ ശബ്ദം കുറച്ചും കൂടി നമ്മൾ മാച്ച് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ബോർ. അപ്പൊ അതിന് ശരിക്കും ഇപ്പൊ മിമിക്രി അറിയാമെന്ന് പറഞ്ഞു, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ സ്ട്രെയിൻ അല്ലേ സത്യം പറഞ്ഞാൽ അത്? കാരണം അത് ഒരു പടം തുടങ്ങി അവസാനം വരെ അത് കീപ്പ് ചെയ്യാൻ നമ്മള് ബാധ്യസ്ഥരല്ലേ. അപ്പം ഒരു ഹോൾ സിനിമ നമുക്ക് അങ്ങനെ പക്ക ഡിക്റ്റേറ്റും ചെയ്യാൻ പറ്റില്ല, എന്നാൽ കൂടിയും മാക്സിമം പറ്റുന്ന അത്രയും നമ്മള്. അപ്പം അത് പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ച് ചെയ്ത സിനിമ ഏതായിരിക്കും? അല്ല, ഈ പൊന്നിയിനിൽ ഓൾമോസ്റ്റ് അങ്ങനെ ആയിരുന്നു. നമ്മൾ മാറ്റി ചെയ്തപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം ഭയങ്കര സ്പീഡിലാണ് പുള്ളി സംസാരിക്കുക. ദുൽഖറിന്റെ ഞാൻ ഈ ട്രാക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, സുരേഷ് ഏട്ടൻ ഇവരൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്ക് ഞാൻ ഇത്ര വർഷം കൊണ്ട്, ഞാനിപ്പോൾ 10-13 വർഷമായിരുന്നു, എല്ലാവർക്കും ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ട്രാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന മ്യൂസിക് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒരു വോയിസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവർ ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ അവൈലബിൾ അല്ലെങ്കിൽ അവർക്കൊരു വോയിസ് അവിടെ വേണം. ഇപ്പോൾ അവർ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ഡബ് ചെയ്യാം. അപ്പോൾ ഈ മ്യൂസിക് സംഭവത്തിനൊക്കെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വോയിസ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, പൈലറ്റ് വോയിസ് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു മാച്ചിങ് വോയിസോ ഇല്ലെങ്കിൽ അവിടെ ഒരു വോയിസ് വെക്കുക. അപ്പം ഞാനപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് അതിനെ മാച്ച് ചെയ്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ വന്നതാണ് ഈ ദുൽഖർ ഞാൻ ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്. ഞാൻ കണ്ണും കൊള്ളയെടുത്താണെന്നൊരു പടം ഉണ്ടായിരുന്നു തമിഴിൽ ദുൽഖറിന്റെ. അപ്പൊ ദുൽഖർ മലയാളം ഡബ് ചെയ്യുന്നു എന്നാണ് തിയേറ്ററിൽ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ദുൽഖർ ചെന്നൈയിലാണ് ദുൽഖർ ഡബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്ക് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഒരുപാട് ഡയലോഗുകൾ പൊളിക്കും, സ്ക്രിപ്റ്റിലൊന്നും ഒരുപാട് മാറ്റി ലിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി പറയും. അപ്പൊ അത് കൃത്യമായിട്ട് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാക്ക് ചെയ്തു. അപ്പോൾ 1-2 സീൻ എൻ്റെ വോയിസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ
ഒരു ശ്രമം നടത്തി നോക്കി, ഇങ്ങനെ ചെറിയൊരു വോയിസ് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്ത് ചോദിക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ എഞ്ചിനീയറും പറഞ്ഞു, അപ്പോൾ സതീഷ് മുതുകുളം സതീഷ് ചേട്ടനാണ് അത് ചെയ്യുന്നത്. ആ കുഴപ്പമില്ല, ദുൽഖറിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓഹോ, ആവശ്യമില്ലാത്ത പ്രചോദനം. അപ്പോൾ ഓക്കെ ശരി, എന്നാൽ പിന്നെ ഒന്ന് പിടിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് ഞാൻ ആദ്യത്തെ കുറച്ച് സീക്വൻസുകൾ മാറി ചെയ്തു. അങ്ങനെ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ട്രാക്കാണല്ലോ നമ്മൾ, പിന്നെ അത് നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പടം തിയേറ്ററിൽ എന്തോ പ്രൊഡക്ഷൻ എന്തോ പരിപാടിയായിട്ട് ഇറങ്ങിയില്ല. അതിനുശേഷം OTT ചാനലിൽ വന്നപ്പോഴാണ് അങ്ങനെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ വോയിസ് വെക്കുമായിരിക്കും, ദുൽഖർ ഡബ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ചാനലിൽ വന്നപ്പോൾ എൻ്റെ വോയിസ് ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഹേ സിനാമിക എന്ന് പറഞ്ഞിട്ട് ദുൽഖർ പിന്നെ വീണ്ടും ബൃന്ദ മാസ്റ്റർ പടത്തിൽ തമിഴ് ചെയ്തു. അത് ചെയ്തത് നമ്മുടെ കമ്പനിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തൊരു സംഭവം, അതും പക്ഷേ വോയിസസിലാണ് ഉണ്ടോ നമ്മൾ സെലക്ട് ചെയ്തത്, അല്ലാതെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് ഞാൻ എൻ്റെ വോയിസ് കൊടുത്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്തത്. അന്ന് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഞാൻ ദുൽഖറിനെ കാണാൻ പറ്റി, ദുൽഖറിനെ സംസാരിക്കാൻ പറ്റി. കാരണം ദുൽഖർ തെലുഗു ചെയ്തത് ഇവിടെയാണ്, കൊച്ചിയിലാണ് ചെയ്തത്. അപ്പോൾ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മലയാളം ചെയ്തത്. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി. അതിനുശേഷം എനിക്കൊരു സങ്കടമുള്ളൊരു സങ്കടം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് ഈ പറഞ്ഞ ശരി സ്ട്രെയിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്ത് ചെയ്ത സിനിമയാണ് സീതാരാമൻ എന്ന് പറഞ്ഞ പടം. സീതാരാമൻ ഞാൻ എനിക്കൊരു 5-6 ദിവസം എടുത്തിട്ടാണ് ഡബ് ചെയ്തത്. കാരണം സീതാരാമൻ ദുൽഖറെ ഡബ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം പുള്ളി ഇത് സാധാരണ അന്യഭാഷ സിനിമ മലയാളത്തിലേക്ക് വരുമ്പോൾ പുള്ളി ചെയ്യാറില്ല അങ്ങനെ. അപ്പോൾ ഇത് പക്ഷേ ദുൽഖറിന്റെ പ്രൊഡക്ഷൻ വേഫെയർ ആണ് പടം ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ആക്ടേഴ്സും പലരും ആക്ടേഴ്സൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്, പിഷാരടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ അങ്ങനെ മൊത്തം ചെയ്ത് വന്നു. ഞാനൊരു പകുതിയോടെ ഞാൻ ഡബിങ് തുടങ്ങുന്നത്. ഞാൻ മാക്സിമം പിടിച്ച്, കാരണം അത്രയും മാക്സിമം പിടിക്കാം. അവരും പറഞ്ഞു ദുൽഖർ ചെയ്യില്ലായിരിക്കും, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാക്സിമം അതുപോലെ ട്രൈ ചെയ്യാമെന്നുണ്ട്. അങ്ങനെ പിടിച്ച് ചെയ്താണ്. ഇതൊന്ന് സെൻസർ വരെ ദുൽഖർ ചെയ്യില്ല. സെൻസർ ഓക്കെ എൻ്റെ വോയിസാണ് പോയിട്ടുള്ളത് ലാസ്റ്റ്. പക്ഷെ അത് ശരിയാണ് ദുൽഖർ തന്നെ ചെയ്യണം, കാരണം അത്രയും വലിയൊരു തിയേറ്റർ ഇറങ്ങുന്ന ഒരു പടം ആയതുകൊണ്ട് അത് അത്രയും സമയം എടുത്ത സാധനം ആരും കണ്ടില്ല, നമ്മുടെ എഫേർട്ട് കാണാതെ പോയി എന്നുള്ളതിന്റെ ഒരു ഇതല്ലേ. ഇപ്പൊ പറഞ്ഞല്ലോ ട്രാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണോ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നത്? അല്ലല്ല, ഞാൻ വരുന്നത് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഡബിങ്ങിൽ വന്ന ആളാണ്. 2 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ ജയസൂര്യ എൻ്റെ കസിനാണ്, എൻ്റെ നമ്മുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ഞാൻ ജയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് ഡബ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ ജിസ്മോൻ ചേട്ടൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ജിസ്മോൻ ചേട്ടൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2000 നല്ല സമയത്ത്, എനിക്ക് വർഷം ഒക്കെ ഓർമ്മയില്ല. ജിസ്മോൻ ചേട്ടൻ അപ്പോൾ കായംകുളം കൊച്ചുണ്ണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ കായംകുളം, അപ്പോൾ ഞാൻ ജിസ്മോൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വേണം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിയാൻ സ്റ്റുഡിയോ ഉണ്ട് തമ്മനത്ത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ചെറിയ 1-2 ഡയലോഗൊക്കെ എന്നെ പറയിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സീരിയൽ നമ്മൾ തകർക്കാൻ പോകുന്നതാണ് നമ്മുടെ വിചാരം. അപ്പോൾ ഞാനങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞാൽ ഓക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടിന്യൂസ് ഇടയ്ക്ക് ജിസ്മോൻ ചേട്ടൻ വിളിക്കും. അപ്പോൾ പറഞ്ഞാൽ നീ സ്റ്റുഡിയോയിൽ നോക്കണം. ഞാൻ അപ്പോൾ പുള്ളി ഭയങ്കര തിരക്കുള്ള സമയമാണ്, ഫുള്ള് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ പോകും, ഇങ്ങനെ നിൽക്കും. കുറേ ട്രൈ ചെയ്ത്. അപ്പോൾ അതിനുശേഷം ഈ സീരിയൽ സ്റ്റോപ്പായി വെച്ചാൽ തീർന്നു. ഞാൻ അവസാന സമയത്താണ് പോകുന്നത്. പിന്നെ ഞാൻ അപ്പോൾ അതിനുശേഷം പിന്നെ ഡിഗ്രി പോയി. പിന്നെ ഞാൻ ഒരു 3 വർഷം വേറൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയങ്ങൾ പോയി. അപ്പം ഞാൻ ജോലി ചെയ്യുമ്പോഴും എനിക്കറിയാം എൻ്റെ പണി ഇതല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ഫീൽ ഉണ്ടാവുമല്ലോ, നമുക്ക് അത് ഇതല്ലല്ലോ നമ്മുടെ പരിപാടി. അങ്ങനെയൊക്കെ സമയത്ത് ഞാനൊരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് നാൾ വെറുതെ വീട്ടിലിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. കുറച്ച് നാളിങ്ങനെ വീട്ടിലിരുന്ന സമയത്താണ് എനിക്ക് ഇവിടെ ലോക്കലിലൊരു നമ്മുടെ പ്രാദേശിക ഒരു ചാനൽ നമ്മുടെ അതിനകത്തൊരു ഇന്റർവ്യൂ വിളിച്ചു. അവരുടെ ഒരു ലൈവ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് പോയി ജസ്റ്റ് പോയതാണ്. ഒരു ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ എന്ത് കണ്ടാണെന്ന് അറിയില്ല, ഞാനത് എടുത്തു. ഞാനപ്പോൾ അതിനകത്ത് കുറച്ച് നാളുകൾ ഫോണിംഗ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ആങ്കറായിട്ട്. അപ്പോൾ ഞാനപ്പോൾ സ്റ്റേജ് ഷോ ചെറിയ ഷോ ഒക്കെ ചെയ്തു. അന്ന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം. ഓക്കെ, ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ മീഡിയയിൽ എന്തോ ചെയ്യുമ്പോൾ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ നിൽക്കുന്ന സമയത്ത് ആ ചാനലിലേക്ക് വേണ്ടി ചെറിയ ലോക്കൽ ആഡ്സ് ഒക്കെ വരും. ചെറിയ ചാനലാണ്, അപ്പോൾ നമ്മൾ ചാനൽസ് ഒക്കെ അങ്ങനെ ഞാൻ ചെയ്തു വന്നിട്ട് സ്റ്റുഡിയോയിൽ പരിചയമായി. പിന്നെ ഈ സ്ഥിരം സ്റ്റുഡിയോക്കാരെ ശല്യം ചെയ്യലാണ് എൻ്റെ പരിപാടി. ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പ്രവീൺ ചേട്ടൻ പരിചയപ്പെടുന്നത്, ഹരിശ്രീ പ്രവീൺ. അപ്പോൾ പ്രവീൺ ചേട്ടൻ ഞാൻ ജിമ്മിൽ വെച്ചാൽ പരിചയപ്പെടുന്നത്. അപ്പോൾ പ്രവീൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എടാ നീ 1-2 സ്റ്റുഡിയോസൊക്കെ നീ പറഞ്ഞു നിന്നെ സ്റ്റുഡിയോസിൽ പോകും, എന്നിട്ട് അവിടെ നോക്ക്. അപ്പോൾ പുള്ളി എന്തെങ്കിലുമൊക്കെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ മെയിൻ സ്റ്റുഡിയോസിലൊക്കെ ഡെയിലി ഈ പറഞ്ഞ പോലെ ലാൽമീഡിയയിൽ വിസ്മയിലൊക്കെ എപ്പോഴും പോയി ഇങ്ങനെ നിൽക്കും. അവിടെ പോയി നമ്പർ കൊടുക്കുക, അതൊക്കെ തന്നെ പരിപാടി, ആരും വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രവീൺ ചേട്ടൻ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ നമ്പർ അയച്ചിട്ടുണ്ട്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര്, നീ ഒന്ന് വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ അടുത്ത് പോകുന്നത്.
അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ് ഈച്ചയിലാണ് ഞാൻ ആദ്യമായിട്ട് തെലുങ്ക് മലയാളം ഒരു ട്രാൻസ്ലേഷൻ പടം ചെയ്യുന്ന ഫസ്റ്റ് ഈച്ചയിലാണ്. അപ്പോൾ ഈച്ചയിൽ ഒരു നായകൻ്റെ കൂട്ടുകാരൻ വേണ്ടി ഞാൻ ചെയ്തു. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. സാറേ ഞാൻ മിമിക്രി ചെയ്യും, എവിടെ നമ്മൾ ചെയ്യും, പക്ഷേ കോളേജ് അങ്ങനെ വലിയ മിമിക്രി ആർട്ടിസ്റ്റൊന്നുമില്ല, ഞാൻ വേറെ ക്യാരക്ടറൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറിന് പറഞ്ഞാൽ എന്നാ നിങ്ങൾ ചെയ്യും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് വന്നു. അപ്പോൾ സാറിന് ഓക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ സാർ ഇതുപോലെ ചെറിയ ആരുമായും സാർ ചെയ്യിപ്പിക്കും. സാർ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതാണ്. അപ്പോൾ ഭയങ്കര ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ സാറിന് കണ്ടിന്യൂസ് പടങ്ങൾ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയല് രണ്ടാമത് അതിന്റെ സെക്കൻഡ് പാർട്ട് പോലെ വരുന്നു, കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കിത് അറിയാൻ പാടില്ല. അപ്പൊ എന്നെ ഒരു സ്റ്റുഡിയോന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു വോയിസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് സീരിയലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യുമ്പോഴാണ് ഈ സീരിയലാണ്. അപ്പൊ ഈ സീരിയൽ മാത്രമല്ല അതിൽ ഹീറോയ്ക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വോയിസ് ടെസ്റ്റ് കൊടുത്തു, എന്റെ വോയിസ് തന്നെ ഓക്കെ ആയി. അങ്ങനെ ഒരു ഭാഗ്യം. ഒരുപാട് ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ അത് ചെയ്തു. അങ്ങനെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരികയും അങ്ങനത്തെ വലിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുകയും ആ സീരിയൽ കുറെ അത്യാവശ്യം നന്നായിട്ട് പോവുകയും സൂര്യ ടി വി തന്നെയായിരുന്നു. അങ്ങനെ കുറെ ചെയ്തു. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ തന്നെ വേറൊരു ഇതുള്ള മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് ട്രാക്ക് എന്ന് പറഞ്ഞൊരു പടമാണ് ഡബ് ചെയ്യുന്നത്. ചെറിയൊരു ബിറ്റ് വോയിസ് ആണ്, ബാക്കിൽ കൂടി പോകുന്ന കുട്ടികൾക്കൊക്കെ ഡബ് ചെയ്യാന്നൊക്കെ പറയുന്ന അന്ന് അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. അന്ന് അത് നമ്മുടെ രാഹുൽ മാധവ് ആയിരുന്നു ആക്ടർ, പുള്ളിയാണ് ഹീറോ. അതിനുശേഷം ഞാൻ ഡബിങ് പിന്നെ കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ് FFK മെമ്പർഷിപ്പ് എടുത്തു. ഡബിങ്ങും സിനിമയും സീരിയലും എല്ലാം ചെയ്തു. കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന രാഹുൽ മാധവനെ എനിക്ക് പിന്നീട് ഡബ് ചെയ്യാൻ പറ്റി. കമൽ സാറിന്റെ ആമി എന്ന് പറഞ്ഞ പടത്തിൽ രാഹുൽ മാധവനെ ഞാൻ ഡബ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇൻസിഡന്റുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്കതിന് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ അതിനകത്ത് വേറെ ഒരു കാര്യം നോക്കി, ഞാൻ വന്നത് രണ്ടാമത് തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ വന്നത് വേറെ പൈസയോ ഇല്ലെങ്കിൽ വേറെ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല. എനിക്ക് അത് ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ശബ്ദത്തിൽ മറ്റൊരാൾ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് പരിപാടിയിലാണ് ഇത് വീണ്ടും ഞാൻ ഓക്കെ കൊള്ളാവുന്നവരാണോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ അത് തന്നെയാണ് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നീട് ഈ പഴയ കാര്യങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും അന്ന് വിട്ടുപോയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതൊക്കെ പിന്നീട് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. ഇനിയിപ്പോ അങ്ങോട്ട് എങ്ങനെ അറിയില്ല, കാരണം സിനിമയായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ സീരിയൽസ് പറയുമ്പോഴേ നമ്മൾ കുറേ കാലം അല്ലേ ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാലം ചെയ്തുകൊണ്ട് പോകണം. ഒരേ സമയം ഇപ്പൊ 2 സീരിയൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല? ഞാൻ 12 സീരിയൽ ഒരുമിച്ച്. അപ്പോൾ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓരോ കഥാപാത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കഥാപാത്രങ്ങളും ഒക്കെ വേറെയാ. അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട, പക്ഷെ എന്നാൽ പോലും ഇത്രയും ഉള്ളിൽ ഇതുള്ള ഒരാൾക്ക് അത് ശ്രദ്ധിക്കാതെ ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അങ്ങനെ നമ്മളത് ചെയ്തെടുക്കും വേണം. അപ്പോൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും എഫേർട്ട് അജിത്തിന്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ടോ? സീരിയൽസ് നമുക്ക് അതിനൊന്നുള്ള സ്പേസ് ഒന്നും കിട്ടില്ല എനിക്കറിയാം, പക്ഷേ സ്റ്റിൽ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം സീരിയല് ഈ പറഞ്ഞ ശരിയറിയാലോ, ഭയങ്കര സ്പേസ് കുറവുള്ള ഒരു പരിപാടി. സ്പേസ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരുപാട് ദിവസം നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല. നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വലിയ തിരക്കുള്ള കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ സീറ്റിൽ ആളോ നിൽക്കൂലേ, കഴിക്കാൻ പറ്റൂല. അതുപോലത്തെ പരിപാടിയാണ് സീരിയൽ. കാരണം ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ പുറത്ത് വന്നിട്ടുണ്ടാവും. കാരണം അത്രയും സമയമുള്ളൂ ഇവർക്ക്. ഈ സമയത്തിനുള്ളിൽ ഇത് ഡബ് തീർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിനയിച്ചിരിക്കുന്ന ആളെ പിടിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് ഒരുപാട് മോഡുലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതൊരു ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഒരു ഐഡിയയിലായിരിക്കും സീരിയലെല്ലാം ഡബ് ചെയ്യാം. സത്യമുള്ള കാര്യമാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർക്ക് അതിരുന്ന് അതങ്ങനെ മാറ്റൂ ഇതിങ്ങനെ മാറ്റൂ എന്ന് പറയാൻ ഒരു പൈലറ്റ് എപ്പിസോഡൊക്കെ 1-2 എപ്പിസോഡുകൾ അങ്ങനെ ചെയ്യുമായിരിക്കും, 10 എപ്പിസോഡ് മാക്സിമം. പിന്നെ എല്ലാം നമ്മൾ അതിനകത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടർ സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. സീരിയൽ അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെയാണ്. ഞാൻ ഒരുപാട് സീരിയൽ ഇപ്പൊ 12 സീരിയൽ എന്ന് വെച്ചാൽ എറണാകുളത്ത് സീരിയൽ കുറവാണ്, സ്ട്രേറ്റ് സീരിയൽ. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്ന സമയമുണ്ട്. പിന്നെ ഡബിങ് സീരിയലാണ്. അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്തൊരു സമയത്ത് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ കാർട്ടൂൺ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കുറെ കാർട്ടൂൺസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. കാർട്ടൂൺ ഞാൻ ഈ ഏഷ്യാനെറ്റിൽ ഒരു സമയത്ത് കാർട്ടൂൺസ് ഉണ്ടായിരുന്നു, പിന്നെ കൊച്ചു ടിവിയുടെ കാർട്ടൂൺസ്. അത് ഒരുപാട് ഞാനുണ്ട്. വോയിസ് മാറ്റി നമ്മൾ എന്തിനാണ് നീ പറയുന്നത്, ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇതിന്റെ കുറെ വെർഷൻസ് ചെയ്തിട്ടുണ്ട്. കാർട്ടൂൺ ശരിക്കും പറഞ്ഞാൽ കാർട്ടൂൺ ചെയ്യലാണ് ഏറ്റവും സ്ട്രെയിൻ ഉള്ള പരിപാടി. ആൾക്കാർക്ക് അറിയാവുന്ന, കാരണം നമ്മൾ വോയിസ് ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് മറ്റേ ഈ വിളിച്ചു പറയില്ലേ, മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതൊന്നും ഇപ്പോഴല്ല, ഞാൻ 10-12 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. മനസ്സിലായി. അപ്പോ
എല്ലാ കമ്മിങ് ബാക്ക് ടു കാർട്ടൂൺസ് പറഞ്ഞു തരുന്നു എനിക്ക് കാര്യമായിട്ട്. ഞാനായിട്ട് അത് കുറെ ചെയ്യുന്നുണ്ട് കാർട്ടൂൺ. ഇപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞാൽ അല്ല അങ്ങനെയല്ല, ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. കാർട്ടൂൺസിലാണ് അല്ല അത് ഞാൻ പറഞ്ഞു, അത് ഇപ്പോഴും ചെയ്യുന്ന ആളുകൾക്ക്, പക്ഷെ ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ പുറത്തുള്ള ഹിന്ദിയിലും അല്ല ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഉള്ള ഈ കാർട്ടൂൺസിൽ ആ ഒരു വലിയ ആക്ടേഴ്സും ഒരുപാട് സമയമെടുത്താണ് അതിനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതിനൊന്നും അതിനത്ര ഇതില്ലാത്തത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകും. പക്ഷെ എന്നാലും വോയിസ് ട്രെയിൻ ഭയങ്കരമാണ്. ഒരു കാർട്ടൂണിലുള്ള ഒരു മെയിൻ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ത്രൂ ഔട്ട് ഇങ്ങനെ പറയുമായിരിക്കും, പക്ഷെ നമ്മളിത് വേറെ ശബ്ദത്തിലായിരിക്കും ഡബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ഈ പറയുന്ന ശബ്ദത്തിലായിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കും ഇവിടെ പിടിച്ചിട്ടായിരിക്കും. അപ്പൊ ഇത് തോട്ട് പിടിക്കണം, ഈ ഡയലോഗ് ഫുള്ള് ഇങ്ങനെ നിർത്തൂല്ലോ. ഭയങ്കര സ്ട്രെയിനാണ് സാധനം. അപ്പോ അതുപോലെ തന്നെ സീരിയല് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസിന്റെ കുഴപ്പമാണ്. ഇപ്പൊ നമുക്കൊരു ക്യാരക്ടർ മോഡുലേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഇപ്പൊ ചില സമയത്ത് ചില ആക്ടേഴ്സ് ചില സംഭവങ്ങൾ ലിമിറ്റ് അവർ ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ചുകൂടി നന്നാക്കുന്നത് നമ്മൾ ഡബിങ്ങിലായിരിക്കും. പല ഇപ്പോൾ എത്രയോ നായികമാരായാലും നായകന്മാരൊക്കെ കാരണം അന്യഭാഷ അഭിനയിക്കുന്ന ഇവിടെ മലയാളത്തിൽ വരുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് പലതും ഇവർ പറയില്ല. പകുതി ഡയലോഗ് പകുതി ഇങ്ങനെ ഒരു ഒപ്പിച്ച് വെച്ചേക്കായിരിക്കും. ഇത് ഡബിങ്ങിൽ പിടിക്കാന്ന് അവരവിടെ ഓക്കെ ഇത് ഡബിങ്ങിൽ പിടിക്കാം എന്ന് പറഞ്ഞ് പോകും. ഇത് ഡബിങ്ങിൽ പിടിക്കാന്ന് പറഞ്ഞ സ്ഥലം അത് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ഇത് ചിലപ്പോൾ അത്രയും സെന്റൻസ് നമുക്ക് പറയാൻ പറ്റൂല ആ ചെറിയ സ്പേസിൽ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സീരിയൽ ചെയ്യുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇതെല്ലാം പ്രോംപ്റ്റിംഗ് ആയതുകൊണ്ട് ഇവരെല്ലാം പറയും. ഇതിന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെ പറയുന്നു. ചില സമയം ചിലർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ചില പുതിയ ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇത് രണ്ട് എക്സ്ട്രീമാണ്. പുതിയ ആളുകൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തൊക്കെയായിരിക്കും. ഈ പെർഫോമൻസിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈ പുതിയതായിട്ട് ചെയ്യുന്നവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഭയങ്കര സ്പീഡിലായിരിക്കും. കാരണം ഇവർക്ക് ഈ ഡയലോഗ് പറഞ്ഞ് തീർക്കുക എന്നതായിരിക്കും. അത് അവരുടെ കുഴപ്പമല്ല, നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ ഡയലോഗ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാന്നുള്ള ഇതിനകത്ത് ഈ ഫുൾ സ്റ്റോപ്പും കുത്തും കോമയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ അർത്ഥം കിട്ടൂല. അപ്പൊ നമുക്ക് എവിടെയും പോസ് ചെയ്യണ്ടേ, അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കുറെ വെള്ളം കുടിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ പടങ്ങളിലൊക്കെ. സ്ട്രേറ്റ് സിനിമകളിലാണ് അങ്ങനെ പ്രശ്നം. മറ്റത് ഡബിങ്ങിൽ എപ്പടിച്ചാലും പ്രശ്നമില്ല. ഈ സ്ട്രേറ്റ് സിനിമകളിൽ പുതിയ ആൾക്കാർ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഏറ്റവും വെള്ളം കുടിച്ചിട്ടുള്ളത് ഏത് ചെയ്യാൻ പടങ്ങളുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ RDX ചെയ്യുമ്പോഴും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. RDXൽ ഞാൻ അതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ ചെയ്തത്, സെബാൻ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ചേച്ചി പടം കണ്ടാൽ അറിയാം, അതിനകത്ത് കഴുത്തിന് മാല പൊട്ടിക്കില്ലേ വില്ലൻ, അത് ഞാൻ ഡബ് ചെയ്തിട്ടില്ല. അപ്പോ പ്രതീക്ഷ ഉള്ളവരെ പുള്ളി ഞാൻ ഡബ് ചെയ്തതിന് പുള്ളി കേട്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഗംഭീര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി മലയാളം പുള്ളിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു തമിഴ് മിക്സാ പുള്ളി സംസാരിക്കുക. അപ്പൊ പല ഡയലോഗുകളും പുള്ളിക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അതിപ്പോ പഴയ കുറെ നേരത്തെ ചെയ്ത സിനിമകളുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. RDX പെട്ടെന്ന് ഓർത്തതാ. ഇപ്പോൾ സീരിയലിലാണെങ്കിലും ഏതൊക്കെ ഹീറോസിനായിരിക്കും? ഞാൻ ലാസ്റ്റ് ഇപ്പോൾ കേട്ടത് എനിക്കറിയില്ല കേട്ടോ, അതിനുശേഷം ചെയ്തിട്ടുണ്ടാവാം, കാർത്തിക ദീപം എന്ന് പറഞ്ഞതിൽ വിവേക് ഗോപൻ ഒക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് വിവേക് ഗോപന് ഭയങ്കരമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് അജിത്തിന്. ആ ശരീരത്തിലേക്ക് കറക്റ്റാണ്. അജിത്ത് അതിന് കൊടുത്ത മോഡുലേഷൻസും അത് ഇപ്പം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു സിനിമാ തിരക്കുകൾ കാരണം ചെയ്യാറില്ല ഞാൻ തോന്നുന്നില്ല. അപ്പൊ അതുപോലെ എണ്ണി പറയാവുന്ന കുറച്ച് എണ്ണങ്ങൾ ഏതൊക്കെയായിരിക്കും? സീരിയൽ കുറെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇവിടെ എറണാകുളത്ത് സ്ട്രേറ്റ് സീരിയൽസ് കുറവായതുകൊണ്ട് ഇവരുടെയൊക്കെ പേര് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. സീരിയലുകളുടെ പേര് ഓർമ്മയുണ്ട്, ജസ്റ്റ് അതിന്റെ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക്. സീരിയല് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചെയ്തത് കാർത്തിക ദീപം ആണ് അത്യാവശ്യം പോയ സീരിയലുള്ളത്. എനിക്ക് തോന്നുന്നു സി കേരളത്തിന് ഒരുപാട് ഓൾമോസ്റ്റ് സീരിയലെല്ലാം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സി കേരളം തുടങ്ങി ഈ റീസെന്റ് വരെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പേരുകളൊക്കെ എനിക്ക് ബ്ലാങ്ക് ആയി പെട്ടെന്ന് കുറെ എല്ലാം മാറ്റും. ഈ സിനിമകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്ട്രേറ്റ് ചെയ്ത സിനിമകളിൽ കുറച്ച് കൂടുതൽ നന്നായി മനസ്സിന് ഹാപ്പിനെസ് തന്നു തോന്നിയിട്ടുള്ള പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഞാൻ മിഖായില് അതൊരു മെയിൻ ഒരു പോലീസുകാരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരുപാട് പേര് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ അയാൾ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് വിനീത് കുമാർ ഡയറക്ട് ചെയ്തു. വിനീതൻ ഡയറക്ടർ, അതൊരു മെയിൻ ഒരു ക്യാരക്ടർ ഉണ്ട്, ഫഹദിന്റെ കൂടെയുള്ള ക്യാരക്ടർ. അത് അങ്ങനെ കുറെ സിനിമകളുണ്ട് ഞാൻ മെയിൻ സംഭവിച്ചാൽ മലയാള സിനിമയിൽ ഇപ്പോ ഈ നടിമാരെ പോലെയല്ല, ഇപ്പൊ ഈ ഇവിടെ നായകന്മാരൊക്കെ എല്ലാം ഓൺ വോയിസുകളാണ്, ബാക്കി വരുന്നവരും എല്ലാം ഓൺ വോയിസുകളായിരുന്നു. അപ്പൊ ഇപ്പോ ഈ സ്ട്രേറ്റ് സിനിമകളിൽ വളരെ ഡബിങ് ആർട്ടിസ്റ്റുകൾ വളരെ കുറവായിട്ട് ഡബ് ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഡബിങ് തുടങ്ങുന്ന സമയത്ത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് മാറി. കാരണം അന്ന് ഇറങ്ങുന്ന 10 സിനിമ ഇറങ്ങിയാൽ നമ്മൾ 9 പടത്തിൽ ഡബ് ചെയ്തിരിക്കും 100%. കാരണം എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകളും ഡബ് ചെയ്യാം.
അന്ന് ഞാൻ കുറെ നായകന്മാർക്ക് പുതിയ ആളുകൾക്ക് കുറെ പേരുടെ ഞാൻ റഹ്മാൻ സാറിനെ ഡബ് ചെയ്തിട്ടുണ്ട് അത് ജനതാ ഗ്യാരേജ് എന്ന് പറഞ്ഞ പടത്തില്ല ഞാൻ പുള്ളിക്ക് വേണ്ടി ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ പണ്ട് മുതലൊക്കെ കണ്ടിട്ട് പറഞ്ഞത് പുള്ളിക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ പിന്നെ എടുത്തു പറയാൻ രാഹുൽ മാധവ പിന്നുള്ളത്. പിന്നെ വേറെ കുറെ പേരുണ്ട്. ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോ ഈ പറഞ്ഞ പുതിയ ആളുകളായാലും ഇവരുടെയൊക്കെ പേരൊക്കെ പ്രശ്നം ചേച്ചി. ബാക്കിയുള്ള എല്ലാം സ്ഥിരം എല്ലാവരും അവർ ഓൺ വോയിസുകളാണല്ലോ. അതെ 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 അതെ. ഇപ്പം മറ്റ് ഭാഷയിലാണെങ്കിലും ഇപ്പം PS 1 and 2 അത് സ്പെഷ്യൽ, അത് നമ്മൾ മാറ്റി വെച്ചു. അതല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ ഈച്ച ഒരു സ്പെഷ്യൽ ആയിരിക്കും. അതല്ലാതെ അങ്ങനെ ഫീൽ ചെയ്ത വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഞാൻ തെലുങ്കിൽ ഞാനിപ്പോൾ എല്ലാ ഭാഷയും നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ തെലുഗിൽ ഞാൻ NTR ഡബ് ചെയ്തിട്ടുണ്ട്, രാംചരൺ ഡബ് ചെയ്തിട്ടുണ്ട്. തമിഴിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വിജയ് സേതുപതി ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാർത്തി, ആര്യ, വിശാലിന് കുറേ പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. വിജയുടെ ഒരു 5 പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ കന്നഡയിൽ കുറച്ച് സിനിമകൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ ഞാനൊരു പടം, ഇപ്പോൾ ഹിന്ദി സിനിമയും ഇപ്പോൾ എല്ലാം പാൻ ഇന്ത്യൻ ആകുമ്പോൾ ഹിന്ദി സിനിമയും ഇപ്പോൾ മലയാളത്തിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ടൈഗർ ഷറഫിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഗൺപത്ത് എന്ന് പറഞ്ഞ പടം ടൈഗർ ഷറഫിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഡബ് ചെയ്തത്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വലിയ വലിയ പ്രൊഡക്ഷനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കമ്പനി ഉള്ളത് കൊണ്ടും. ഞാൻ അതിലേക്ക് വരാൻ നിൽക്കായിരുന്നു. നിങ്ങൾ ഈ ഒരു ഇതിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണോ ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നത്? പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എങ്ങനെയാണ്? കമ്പനി ഫോം ചെയ്യുന്നത് കൊറോണ സമയത്താണ്. കൊറോണ സമയത്ത് നമുക്ക് ആർക്കും പണിയൊന്നുമില്ല. ഞാനും അവരോട് ഡെയിലി വിളിക്കും, ഫോൺ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ വൈകുന്നേരം വിളിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വേറെ എന്താണ് ഇങ്ങനെ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു സംസാരിച്ചിങ്ങനെ വന്നപ്പോൾ പെട്ടെന്നൊരു അങ്ങനെ ഒരു കാരണം നമ്മുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പടം കോർഡിനേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എഴുതുന്ന ആരാ ഉള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പലരും നമ്മളിത് നോക്കാറില്ല, കാരണം നമ്മൾ ചെയ്യുന്ന പരിപാടി അല്ലാത്തതുകൊണ്ട്. അപ്പോൾ കൊറോണ കഴിഞ്ഞ് ഓപ്പൺ ആയ സമയത്ത് നമ്മൾ 1-2 ഞാനും ആരോടും കോമൺലി ഇവിടുത്തെ കുറച്ച് മെയിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ആഡ്സ് ചെയ്യുന്നുണ്ട്. ഞാനായാലും അരുണായാലും സ്ഥിരമായിട്ട് അവരുടെ ആഡുകൾ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 1-2 ആഡുകൾ വന്നപ്പോൾ നമ്മളത് ഒന്നിച്ച് നിന്നിട്ട് ഞങ്ങൾ ചുമ്മാ കോർഡിനേറ്റ് ചെയ്തു. ബാക്കി ആർട്ടിസ്റ്റുകളെയും അതിൻ്റെ സ്ക്രിപ്റ്റും ബാക്കി സൗണ്ട് ഡിസൈനിങ് പരിപാടികളൊക്കെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്റ്റുഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ വർക്ക് നോക്കിയപ്പോഴേക്കും ഇതിനകത്ത് മെയിൻ സംഭവം വെച്ചാൽ നമ്മൾ സിങ്ക് ആണെന്ന് ആദ്യം അറിയണത്. നമ്മളൊരു വലിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കത് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്ന പോലെ അല്ലോ, ഒരാൾ കൂടി നമ്മൾ 2 പേര് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചുമ്മാ നമ്മളങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഇത് പതുക്കെ വർക്കാവാൻ തുടങ്ങി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാന്നുള്ളത്. ഞാൻ പറയാതെ തന്നെ മനസ്സിലാണ് ഇത് അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ ആഡ്സ് ചെയ്തു. പിന്നെ അപ്പോൾ 1-2 കമ്പനികളായിട്ട് കോൺടാക്ട് വന്നു. അപ്പോൾ അവരുടെ കുറച്ച് സീരീസുകൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് സിനിമ അതിൻ്റെ ഇടയ്ക്ക് വന്നു. ഇതെല്ലാം സംഭവിച്ചാണ്. നമ്മളൊന്നും അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തതല്ല. അപ്പോൾ അങ്ങനെ 1-2 സിനിമകൾ വന്നു. സിനിമകൾ വർക്ക് ചെയ്തു. അങ്ങനെ 2-3 സിനിമ 5 സിനിമ വർക്ക് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് പൊന്നിയിൻ വരുന്നത്. പൊന്നിയിൻ സെൽവന് ശേഷം കുറേ സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സലാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അത്രയും ഇങ്ങനെ പെട്ടെന്ന് വന്ന ഒരു എന്താ പറയുക, നമ്മൾ തുടങ്ങി. പക്ഷെ അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഒരു കമ്പനി ഇപ്പോൾ വെറുതെ തുടങ്ങാൻ പറ്റില്ല, റൺ ചെയ്യാൻ പറ്റില്ല. രജിസ്ട്രേഷനും പരിപാടികളും കാര്യങ്ങളും പിന്നെ ഒരു സിസ്റ്റം വേണം കൃത്യമായിട്ട്. ഇല്ലാണ്ട് നമ്മൾ വെറുതെ നമ്മുടെ ഒരു പ്ലാനും അത് തന്നെയായിരുന്നു. നമ്മൾ ഡബ്ബിങ് ഇത്തരം പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു സംഭവം തുടങ്ങുമ്പോൾ ഒരു ഡബ്ബിങ് സിനിമയെ വെറുതെ ഒരു ഡബ്ബിങ് സിനിമ എന്ന് പറഞ്ഞ ആളുകൾ കാണരുത്. ഇല്ലെങ്കിൽ അതിനെ വളരെ കാണുമ്പോൾ ഓക്കെ കൊള്ളാം, ഒരു മലയാള പടം പോലെ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്ന എന്തെങ്കിലും. അതിന് ഞങ്ങൾ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത്. നമുക്ക് ആരൊക്കെയാണോ യൂസ് ചെയ്യാൻ പറ്റിയ മാക്സിമം ആളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്നുള്ള പ്ലാൻ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ലാസ്റ്റ് ചെയ്ത പടം അതൊക്കെ തന്നെയാണ്. നമ്മൾ അതിനകത്ത് ഒരു തരത്തിലുള്ള വോയിസിൽ കോംപ്രമൈസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ ഡബ് ചെയ്ത പല സിനിമകളും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മുടെ ശബ്ദം ഉണ്ടാവില്ല. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. നമ്മൾ ഡബ് നമ്മളാണ് ചെയ്തിട്ടുള്ളൂ. തിയേറ്ററിൽ പോയിട്ട് നമ്മൾ അവിടെ വേറെ ആളെ ശബ്ദമായിരിക്കും. അപ്പൊ അന്നൊക്കെ പക്ഷെ ഉമ്മാരെന്തിനാണ് മാറ്റിയതെന്നൊക്കെ വിചാരിക്കും. അല്ല ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് അയക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർക്ക് വർക്കാവില്ല, അല്ലെങ്കിൽ അവിടെ അവരെന്തെങ്കിലും കറക്ഷൻസ് പറയുമോ, ഇല്ലെങ്കിൽ അത് മാറ്റാൻ പറയും. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ചെയ്ത് കഴിയുമ്പോഴേക്കും മാച്ച് ആവുന്നില്ല എന്ന് തോന്നും. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്നവരുടെ നമ്മൾ പറയും. ഇപ്പോൾ ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ വിളിച്ച് പറയും, ചേട്ടാ വോയിസ് മാറ്റും, കാരണം അതൊരു വർക്കായിട്ടില്ല, ഇല്ലെങ്കിൽ അവർ മാറ്റാൻ പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ അവരെന്തെങ്കിലും ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയോ ഇല്ലെങ്കിൽ തിയേറ്ററിൽ പോയി പണ്ടതുപോലെ അല്ല. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിപ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ
അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഓണായിട്ട് മെയിൻ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടാണോ പോണത്? കാരണം പിന്നെ വർക്കുകൾ, അതായത് മൂവീസ് എടുക്കുന്ന കാര്യത്തില്, കാരണം ആ ഒരു ക്വാളിറ്റി നിങ്ങളിപ്പോ സത്യം പറഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് വെച്ചു, അപ്പൊ എന്നും അതൊരു എക്സ്പെക്ടേഷൻ ലെവലായിട്ട് കിടക്കൂല. അപ്പൊ ആ രീതിയിലാണോ? അല്ല സിനിമകൾ നമ്മളിപ്പോ ഏത് തരത്തിലുള്ള പടങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആർട്ടിസ്റ്റുകളും സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആ ബഡ്ജറ്റിനൊക്കെ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താ മെയിൻ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വലിയ സിനിമകളൊക്കെ ചെറിയ ബഡ്ജറ്റിന് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇവർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം എല്ലാം നല്ല ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോഴാണ് ഈ ക്വാളിറ്റി പോകുന്നത്. ചില ചാനലിന്റെ പേരിൽ തന്നെ സിനിമകൾ അറിയപ്പെടുന്നില്ലേ, അത് വരുന്നത് വെച്ചാൽ വളരെ ബഡ്ജറ്റ് കുറവാണ്, അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് ഈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ആയി പോകുന്നതുകൊണ്ടാണ് ഇതിനൊരു ക്വാളിറ്റി മോശം സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതെ, ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തത് ചിറ്റ എന്ന് പറഞ്ഞിട്ട് പടമാണ്, സിദ്ധാർത്ഥ് ഹീറോ ആയിട്ടുള്ള ചിത്ത എന്നാണ് പടത്തിന്റെ തമിഴ് വേർഷൻ. ആ പടം ഞാൻ ചെയ്യുന്നത് 1 വർഷം എടുത്തിട്ടാണ് പടം റിലീസായിട്ടുള്ളത്. അത് നമ്മുടെ പ്രിയദർശൻ സാറിന്റെ അസിസ്റ്റന്റ് ആ പടം എഴുതിയിട്ടുള്ളത്, അവനാണ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അവരൊരു മലയാളം പടം എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ സിദ്ധാർത്ഥ് വന്നപ്പോൾ കാണുകയും നേരിട്ട് സംസാരിക്കുകയും പുള്ളി ഒരുപാട് അഭിപ്രായം പ്രയോഗിച്ചു, നന്നായിട്ട് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും എന്ന് പറയാം. അപ്പോൾ നമുക്കത് ആ സമയത്ത് ഒരുപാട് ഞാനത് എന്നെ വോയിസ് ആദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഞാൻ വോയിസ് ടെസ്റ്റിന് പോയിട്ട് അപ്പോൾ സിദ്ധാർത്ഥിന്റെ വോയിസ് ഞാനോട് പറഞ്ഞു എൻ്റെ വോയിസ് മാച്ച് ആവില്ല, കാരണം എൻ്റെ കുറച്ച് ബേസ് ഉള്ള വോയിസാണ്, പുള്ളി കുറച്ച് അത്രയും ബേസ് വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ ആളുകളെ ട്രിവാൻഡ്രത്ത് തുടങ്ങിയത്, കുറേ ആളുകൾ അവിടെ ട്രൈ ചെയ്ത് നടന്നില്ല. പിന്നെ എറണാകുളത്ത് വന്നിട്ട് കുറേ പേരെ നോക്കി. അപ്പം ഞാൻ ആദ്യം ചെയ്തു കൊടുത്തു. പിന്നെ അവൻ 2 ദിവസം തന്നെ അനക്കൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ഓക്കെ വഴി പോയിട്ട് അത് കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞു, പുള്ളി തന്നെ പ്രൊഡ്യൂസർ, എല്ലാ കാര്യങ്ങളും പുള്ളി നോക്കും. അപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞു കുറച്ച് ബേസ് കൂടുതലുണ്ട്, അപ്പോൾ പുള്ളിയെ കൊണ്ട് ബേസ് കുറച്ച് പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ എന്താ ഒന്നും നോക്കാന്നില്ല, ഞാൻ ട്രൈ നോക്കാം, എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത് പോയിട്ട് കുറച്ചും കൂടി ബേസ് കുറച്ചിട്ട് വേറൊരു ഒരു സീനും അന്ന് ചെയ്ത സീൻ 2ാമത് ഞാൻ റീഡപ്പ് ചെയ്തു, ഫുൾ വേറൊരു വേർഷനിൽ ഞാൻ. അപ്പോൾ നമുക്കൊരു ചെയ്യുമ്പോൾ പിന്നെ 2ാമത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ചിലപ്പോൾ സംഭവം വർക്കായി. അപ്പോൾ പറഞ്ഞു ഓക്കെ ഇപ്പോൾ കൊള്ളാം, നമുക്ക് ഇങ്ങനെ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ പടം ചെയ്തത്. അത് ഒരുപാട് ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പം എനിക്ക് ചെയ്തതിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത്, കണ്ടിട്ട് നല്ല അഭിപ്രായം. പടവും ഭയങ്കര രസമുള്ള പടമാണ്, നല്ല ഫിലിമാണ്, ഭയങ്കര. ചേച്ചി OTT വരുമ്പോൾ കാണും, തിയേറ്ററിൽ പോയി കാണാൻ പറയാൻ പറ്റില്ല. തമിഴ് കാണരുത്, മലയാളം കാണാം. തിയേറ്റർ കാണണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അത് ചെറിയ പടമാണ്, പക്ഷെ ഭയങ്കര രസമുള്ളൊരു പടമാണ്, ഭയങ്കര പെർഫോമൻസ് ഉള്ളൊരു പടമാണ്. ഞാൻ ഒരുപാട് സമയം എടുത്ത് തന്നെ ചെയ്ത പടമാണ്, കാരണം അത്രയും പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളി. ഭയങ്കര താഴെയൊക്കെയാണ് പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത്, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്കായി എന്നൊക്കെ കുറച്ച് പേര് പറയാൻ നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെ കൂടുതൽ നല്ല എന്താ പറയുക, വർക്ക് ആവുന്ന, എക്സൈറ്റ് ചെയ്യുന്ന, നമ്മളെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ അജിത്തിൻ്റെതായിട്ട് പുറത്ത് വരട്ടെ. അജിത്തിൻ്റെ നല്ല നിങ്ങളുടെ കമ്പനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. നല്ല രീതിയിലുള്ള മൂവീസ്, മറ്റ് ഭാഷകളിലെ സിനിമകൾ നമ്മുടെ ഭാഷയിലോട് ഇപ്പം ജനതാ ഗ്യാരേജിനൊക്കെ ആ ഒരു ഗുണം ഉണ്ടായിരുന്നു. സതീഷ് ചേട്ടൻ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, ശ്രീജ ചേച്ചി. അപ്പം നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ഇപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്ന് നോക്കുന്ന ഒരു ടീമും കൂടിയാണ്. അപ്പോൾ അത് എല്ലാ എഫേർട്സും ഗംഭീരാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഇത്രയും കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് നമ്മൾ പേഴ്സണലി അറിയുന്നതാണെങ്കിൽ കൂടിയും ഇങ്ങനെ സ്പേസിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുക, നമ്മുടെ പഴയ കാര്യങ്ങൾ പറയാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും അങ്ങനെ ആരോടും പറയുന്ന കാര്യങ്ങളല്ല. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആരോടും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, നമുക്ക് അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ, കാരണം നമ്മൾ ക്യാമറയ്ക്ക് പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ആരും അറിയാതെ. ഇപ്പോഴത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും അറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ അറിയാന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആൾക്കാർ ഇനിയും നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റും. ഇനിയും ചേച്ചിയുടെ കൂടെ വന്നിരുന്നത് ഇതുപോലെ പ്രൊഷോ ചെയ്യാൻ. ചേച്ചിയുടെ ചാനൽ വളർന്ന് വലുതായി പന്തിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റ. അടുത്ത ആഴ്ച കാണാം കേട്ടോ.